അടുക്കളയിൽ നടക്കുന്നതും കിടപ്പറയിൽ നടക്കുന്നതും പുതപ്പിനടിയിൽ നടക്കുന്നതും പിന്നെ അടക്കമുള്ള വീടിനകത്ത് നടത്തുന്നതും അടക്കം എല്ലാം പുറത്തെടുത്തിട്ട് റീച്ചും കമൻറ്റും പിന്നെ അതിനപ്പുറത്തേതും ഉണ്ടാക്കുന്ന സവിശേഷമായ മനോരോഗികളുടെ കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു മനോരോഗം ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ അവസാനിപ്പിക്കുന്നതിലേക്കെത്തി. കുറച്ച് നാളുകളായി ഈ താത്താ വ്ളോഗർമാരായി രംഗത്തിറങ്ങിയിരിക്കുന്ന കുറേ പേർ കാണിക്കുന്ന പലതരത്തിലുള്ള കൂത്താട്ടങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ കാണിക്കുമ്പോൾ കാണാനും കേൾക്കാനും ആവേശപൂർവ്വം ആളുകളിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം ഞാൻ എടുത്തതായിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നവർക്കൊക്കെ കൈമാറിയിരുന്നെങ്കിലും മറ്റു പല തിരക്കുകളും വന്നതുമൂലം അത് പോസ്റ്റ് ചെയ്യപ്പെട്ടില്ല. അറിഞ്ഞെന്നോ അറിയാത്തയോ ഭാവത്തിൽ ചിലപ്പോൾ അറിയാതെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടായാൽ അതെല്ലാം മൊബൈലിൽ നീട്ടിപ്പിടിച്ച് റെക്കോർഡ് ചെയ്യുകയാണ്. റെക്കോർഡ് ചെയ്തിട്ട് അതങ്ങ് പുറത്തു വിടുകയാണ്. എന്നിട്ട് കണ്ടോ, ഉരസുന്ന കണ്ടോ, തട്ടുന്ന കണ്ടോ, മുട്ടുന്ന കണ്ടോ, എന്നാൽ റെക്കോർഡ് ചെയ്ത് എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവനെ പിടിപ്പിക്ക്, വണ്ടി ഏതാണെന്ന് കണ്ടുപിടിക്ക്, അവൻ്റെ ചിത്രം വെച്ചിട്ട് ഏത് ലൊക്കേഷനിലുള്ളതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യ്. അതിന് പകരം ഈ പറഞ്ഞതുപോലെ സ്വന്തം റീച്ച് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അതിൽ നിന്ന് തിന്നാൻ വേണ്ടി എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഹീറോയിനാകാൻ വേണ്ടി കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ അതങ്ങ് അതിരുവിടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ചിത്രം കണ്ടാൽ വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാവുന്നൊരു സംഗതിയാണ്. വെറുതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ചെന്ന് വളരെ കൃത്യമായി അതിൽ പൊസിഷൻ ചെയ്ത് നിന്നുകൊണ്ട് സാധാരണ സ്വന്തം ശരീരത്ത് ആരെങ്കിലും ആവശ്യമില്ലാതെ സ്പർശിച്ചാൽ അതിലൂടെ ദൃശ്യമാകുന്ന ഒരു മുഖഭാവവുമില്ലാതെ നീട്ടിപ്പിടിച്ച് ഒരു മൊബൈൽ ഫോൺ വെച്ച് അത്തരം വീഡിയോകൾ എടുത്ത് പുറത്തുവിട്ട് സോക്കേട് കാണിക്കുന്ന, വിശുദ്ധി തെളിയിക്കുന്ന പുതിയ കാലത്തിൻ്റെ സോക്കേട് വ്യത്യസ്ത രീതിയിലുണ്ട്. ചിലപ്പോൾ ഒരു തരത്തിലും സഹിക്കാൻ വയ്യാത്ത ചില മാനസിക രോഗികളെ കൊണ്ടും അത്തരം ആളുകളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവർ ഇത്തരം ചേഷ്ടകൾ കാണിക്കുന്നത് ചിലപ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടി അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അഥവാ അങ്ങനെ ചെയ്താൽ പോലും അതിന് കൃത്യമായി നിയമപരമായ പരിഹാരം കണ്ടെത്തുന്നതിന് പകരം അവനെയും അവൻ്റെ തലമുറയെയും അവനെ ബന്ധപ്പെട്ടവരെയും മുഴുവൻ തുലച്ചു കളയുന്ന രീതിയിൽ ഇത്തരം പ്രചരണം നടത്താൻ വേണ്ടി അങ്ങ് രംഗത്തിറങ്ങി അതിൻ്റെ അപ്പുറത്തെ വേലയും കാണിച്ച് ഇപ്പോൾ 2-3 വീഡിയോകളായി സമാനമായ രീതിയിൽ ഒരു പബ്ലിക് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. സൃഷ്ടിപ്പിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെയൊക്കെ അതിൻ്റെ സാധ്യതകൾ പരമാവധി മുതലാക്കത്തക്കവണ്ണം അങ്ങോട്ട് പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ട് ചേർന്ന് നിന്നുകൊണ്ട് അഭ്യാസങ്ങൾ കാണിച്ച് ആ അഭ്യാസം കാണിക്കുന്നതിനെ റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ ക്ലോസായും മറ്റേതും എടുത്ത് സമർത്ഥിച്ച് നഷ്ടപ്പെടുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ്. നഷ്ടപ്പെട്ടു പോയത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകനെയാണ്. അവൻ അത്രമേൽ നിരപരാധിയായതുകൊണ്ടാണ് ഈ അപമാനം സഹിക്കാൻ കഴിയാതെ അവനൊരു പക്ഷേ തൂങ്ങി മരിച്ചത്. അവൻ ഇന്ന് രാവിലെ അച്ഛനെയും അമ്മയെയും തനിച്ചാക്കി മുറിയിൽ തൂങ്ങി നിന്നത്രേ. സൈബർ ആക്രമണത്തിന് കേസെടുക്കാൻ അത് ഇരയാകുന്നവർ സ്ത്രീകളാണെങ്കിൽ അതിനുവേണ്ടി ശബ്ദമുയർത്താൻ ഒരുപാട് ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരും ആങ്ങളമാരുമൊക്കെയുണ്ട്. അതിജീവിതയ്ക്കൊപ്പവും അവൾക്കൊപ്പവും ചേർന്ന് നിൽക്കാൻ ഒത്തിരി ആളുകളുണ്ട്. യവനൊപ്പം ആരാണ് ചേർന്ന് നിൽക്കുന്നത്? ഇത്തരമൊരു വീഡിയോ പുറത്തു വന്നാൽ അവന് പിന്നെ ഇടം വലം തിരിയാൻ കഴിയില്ല. നാനാ വഴിക്കുന്നും ചോദ്യങ്ങളായിരിക്കും, നാനാ വഴിക്കുന്നും അന്വേഷണങ്ങളായിരിക്കും. അവനവൻ്റെ നിരപരാധിത്വം പറഞ്ഞാൽ ഈ നിരപരാധിത്വമൊക്കെ കേൾക്കുന്നവർ എന്നാലും നീ മുട്ടി എന്ന് ധാരാളം പേർ പറയുന്നുണ്ടാവും. അവൻ്റെ മാനസിക നില ആകെ തകർന്നിട്ടുണ്ടാവും. ഈ സൈബർ ആക്രമണം സഹിക്കുന്നതിലും അപമാനം സഹിക്കുന്നതിലും ആണിനും പെണ്ണിനും ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് മീശയും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ ഭാവിച്ച് വലിയ കരുത്തനാണെന്ന് കാണിക്കുന്നതല്ലാതെ എല്ലാ ആക്രമണങ്ങളും അപമാനങ്ങളും ഒരുപോലെയാണ്. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഇതുപോലെ വിക്ഷേപിച്ചതിൻ്റെ ആ കാരണങ്ങൾ സഹിതം പരിശോധിക്കുവാനും അതിന് ഉത്തരവാദിയാണെങ്കിൽ ഇത് പുറത്തുവിട്ടവരെയും പങ്കുവെച്ചവരെയും ശിക്ഷിക്കാൻ തയ്യാറാകണം. ആ മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കളോട് എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ വളരെ സങ്കടവും വേദനയും തോന്നി. അതിൽ കൂടുതൽ വേദന തോന്നാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാൻ വിശദമായി പരിശോധിച്ചൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നതായിരുന്നു. അവൻ മരിക്കേണ്ടിയിരുന്നില്ല, അവൻ പോരാടുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അവൻ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ വെള്ളിയാഴ്ചയോ മറ്റോ കണ്ണൂരിൽ ഒരു വസ്ത്രവ്യാപാരശാലയിൽ ജോലി ചെയ്യുന്നൊരു ചെറുപ്പക്കാരനാണ്. അവൻ വാഹനത്തിൽ കയറി പോയതാണ്. അവൻ വാഹനത്തിൽ കയറി പോകുമ്പോൾ നമ്മളിലെ സാധാരണ തീപ്പെട്ടിക്കമ്പിൻ്റെ അടുത്ത് ഉരസാൻ വേണ്ടി തീപ്പെട്ടിയുടെ മരുന്ന് കൊണ്ട് വെച്ചു കൊടുക്കുന്നത് പോലെ അങ്ങനെ അങ്ങോട്ട് നിന്ന്
അത് വണ്ടി ഉലയുമ്പോഴും ആടുമ്പോഴുമൊക്കെ അതിൽ ദൃശ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയാണോ ഒരാൾ മുട്ടിയാൽ കാണിക്കുക? ഒരു തവണ മുട്ടിയാൽ ഒരുപക്ഷെ പ്രതിഷേധിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ട് പിന്നെ റെക്കോർഡ് ചെയ്താൽ അതിനൊരു അന്തസ്സുണ്ട്. ഇതതിൻ്റെ പരുവത്തിന് പലതും കാണിച്ചു കൊടുത്ത് അതിനെ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച് വലിയ റീച്ചും കമൻറ്റും ഉണ്ടാക്കി താത്താ വ്ളോഗർമാരാവുകയും ചെയ്യുന്ന ഇത്തരം തോന്നിയാസത്തിൻ്റെ കാലത്തെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവളൊക്കെ അങ്ങോട്ട് ഇടുമ്പോഴേക്കും അതിനെ ഷെയർ ചെയ്യാനും അതിനോടൊപ്പം കൂടാനും പെങ്ങൾക്കൊപ്പം ആങ്ങളയ്ക്കൊപ്പം മറ്റോർക്കൊപ്പം മറിച്ചോർക്കൊപ്പം എന്ന് പറഞ്ഞ് കൂടാനും ഒക്കെ ഒരുപാട് പതിവ്രതന്മാരായ ആളുകൾ നിൽപ്പുണ്ട്. എല്ലാവരും വലിയ നല്ല പുള്ളികളല്ലേ, ഭയങ്കര നല്ല പുള്ളികൾ. ആദരാഞ്ജലികൾ.